ഹായ് ഫ്രണ്ട്സ്, വിജയ് രമേശ് വ്ലോഗിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നുണ്ട്. ബിഗ് ബോസിന്റെ 62-ാം ദിവസത്തെ എപ്പിസോഡിന്റെ ഫുൾ റിവ്യൂ ആണ് ഞാൻ പറയുന്നത്. ഇന്ന് ലാലേട്ടൻ വന്ന ദിവസത്തെ എപ്പിസോഡാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ എനേബിൾ ആക്കാനും മറക്കല്ലേ കൂട്ടുകാരെ. സപ്പോർട്ട് ചെയ്ത് നിങ്ങൾക്ക് ഏവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ ഒത്തിരി നന്ദിയുണ്ട്. ലാലേട്ടൻ ഇങ്ങനെ പറയുകയുണ്ടായി, മത്സരാർത്ഥികളൊക്കെ തോൽവിയിൽ നിന്ന് മുന്നേറുവാനായിട്ട് ആവശ്യത്തോടുമായിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അവരുടെ കളി എങ്ങനെയുണ്ട് എന്നും പിന്നെ പ്രത്യേകിച്ചും ഹോട്ടൽ റൂം ടാസ്ക് ഉണ്ടായിരുന്നല്ലോ, അതിനെക്കുറിച്ചൊക്കെ നമുക്ക് അവരോട് വിശദമായി സംസാരിക്കും. അതിന് പിന്നെ നമുക്ക് ഇവിടെ ഗസ്റ്റായിട്ട് വന്ന സാബുവിനോട് ശ്വേതയോട് സംസാരിക്കുന്നു പറഞ്ഞിട്ട് അവരെ കണക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ സാബു ശ്വേതയും ഹായ് ലാലേട്ടൻ എന്ന് പറഞ്ഞ് ലാലേട്ടന് തിരിച്ച് ഹായ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സാബുവിനോട് ചോദിക്കുന്നത് എവിടെയാണ്, കാണാനില്ലല്ലോ, 5 വർഷത്തിന് ശേഷം എന്തൊക്കെയാണ് എന്ന രീതിയിൽ ചോദിക്കുന്നത്. അപ്പോൾ സാബു പറഞ്ഞു ഞാൻ ഇവിടെയൊക്കെ ഉണ്ട് സാർ, എനിക്ക് കുറച്ച് സിനിമ ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോകുന്നു എന്ന രീതിയിൽ ശ്വേതയോടും സംസാരിച്ചു. അപ്പോൾ ചോദിച്ചു എങ്ങനെ പോകുന്നു ഹോട്ടൽ റൂം ടാസ്ക്. അപ്പോഴത്തേക്ക് ആദ്യമേ തന്നെ നമ്മുടെ ശ്വേത HR-നെ കുറിച്ചിട്ടുള്ള ഒരു റിപ്പോർട്ടാണ് കൊടുത്തിരിക്കുന്ന. HR ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരുന്നു, പവറും വേണ്ടത്ര രീതിയിൽ കളിച്ചിട്ടില്ലെന്ന രീതിയിൽ ഒരു ബാഡായിട്ടുള്ള കാര്യങ്ങളാണ് ആദ്യമേ പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് നേരെ ലാലേട്ടൻ പറഞ്ഞു നമുക്ക് അവരോടൊപ്പം തന്നെ നേരെ പോയി സംസാരിക്കുന്ന രീതിയിൽ ലാലേട്ടൻ നേരെ അകത്തേക്ക് പോവുകയാണ്. ലാലേട്ടനെ കണ്ട സന്തോഷത്തിൽ എല്ലാവരും ഹായ് ലാലേട്ടൻ എന്നൊക്കെ പറഞ്ഞിട്ട് വിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. ലാലേട്ടൻ തിരിച്ചും വിഷ് ചെയ്തു. എന്ത് പറ്റി നിങ്ങൾക്ക് ആർക്കും ഒരു ഉഷാറില്ലേ, ഹോട്ടൽ റൂം ടാസ്ക് ഒക്കെ ചെയ്ത് ക്ഷീണിച്ചിരിക്കുകയാണ്, ഹോട്ടൽ നടത്തിച്ചിട്ട് നിങ്ങൾ ക്ഷീണിച്ചിരിക്കുകയാണെന്ന രീതിയിൽ സംസാരിക്കുന്നു. അപ്പോൾ എങ്ങനെയുണ്ടായ ടാസ്ക് എന്ന രീതിയിൽ സംസാരിക്കുന്നത്. അപ്പോൾ പറഞ്ഞു സായി പറഞ്ഞു കുഴപ്പമില്ല എന്ന രീതിയിൽ. പക്ഷെ അപ്സര പറഞ്ഞു ഇല്ല ലാലേട്ട കുഴപ്പമുണ്ടായിരുന്നു എന്ന രീതിയിൽ. അപ്പോൾ നമുക്ക് ഇവിടെ വന്ന ഗസ്റ്റിനോട് തന്നെ നേരിട്ട് ചോദിക്കാമെന്ന് പറഞ്ഞിട്ട് നേരെ സാബുവിനെ ശ്വേതയും കാണിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഹായ് എന്നൊക്കെ പറഞ്ഞിട്ട് വിഷ് ചെയ്യുന്നുണ്ട്. അങ്ങനെ എന്ന് പറയുമ്പോൾ നമ്മുടെ സാബു ശ്വേത ഇവിടെ ഉണ്ടായിരുന്ന സമയത്ത് ഇവരുടെ അടുത്തൊന്നും അങ്ങനെ അധികം പാടില്ല. പക്ഷേ പുറത്തിറങ്ങിയതിന് ശേഷം ലാലേട്ടൻ്റെ മുമ്പേ പവർ റൂമുകാർ അങ്ങോട്ട് നിർത്തി പൊരിക്കുകയാണ് ചെയ്തത്. സാബു ലാലേട്ട 5 സ്റ്റാർ ഹോട്ടൽ എന്ന് പറഞ്ഞിട്ടാണ് അവരെന്നെ അവിടെ കൂട്ടിക്കൊണ്ടുപോയത്. പക്ഷേ ബസ് സ്റ്റാൻഡിലെ എന്താ പറയണ്ട അടുത്തൊക്കെ കാണുന്ന ലോഡ്ജ് ഉണ്ട്, ഏതോ അമ്മിണി ലോഡ്ജ്, ആ അമ്മിണി ലോഡ്ജിനേക്കാളും മോശമായിരുന്നു. ഇവിടെ ഒരു വൃത്തി വെടുപ്പോ ഒന്നും പറഞ്ഞില്ലായിരുന്നു. നടത്തിപ്പുകാർക്കാണെങ്കിൽ ഏതൊരു മനസാക്ഷിയില്ല, പ്രത്യേകിച്ച് അവിടുത്തെ ജീവനക്കാരോട് ഒരു അനുകമ്പയില്ല. എന്താ പറയേണ്ടതെന്ന് വെച്ചാൽ ആ എൻ്റർടൈൻ ടീം അവർ മാത്രം നന്നായിട്ട് ചെയ്തു എന്ന് ശ്വേത പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അപ്സരയ്ക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. അൻസിബ മുതലാളി അവിടെയുള്ള സ്റ്റാഫിനെ അടിമയായിട്ടാണ് വെച്ചിരിക്കുന്നത് അന്ന് സാബു പറഞ്ഞു. അപ്പോൾ ആരാ സാബു ചേട്ടൻ അൻസിബ ചോദിക്കുന്നത്. അപ്പോൾ HR ഋഷിയാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ശ്വേത പറഞ്ഞ് ജാസ്മിന് റസ്മിന് അവരെ കുറിച്ച് പറയണം, അവരെന്നെ നല്ല രീതിയിൽ കെയർ ചെയ്തിട്ടുണ്ട്. പക്ഷേ അൻസിബ എന്നെ അറിയാവുന്ന കുട്ടിയാണ്, എന്നിട്ട് പോലും അത്ര നല്ലോണം സംസാരിച്ചിട്ടില്ല, ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരുന്നു, സ്ട്രെസ്ഡ് ആയിരുന്നു എന്ന രീതിയിൽ അൻസിബയെ കുറിച്ച് സംസാരിക്കുന്നു. സാബു ആണെങ്കിൽ വളരെ എന്താ പറയണ്ട ഒരു സ്നേഹമില്ലായിരുന്നു ഇവർക്ക് ആരെയും അങ്ങോട്ടും ഇങ്ങോട്ടും വിശ്വാസമില്ല, ശത്രുക്കളെ പോലെയാണ് ഇവർ പെരുമാറുന്ന രീതിയിലൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ റസ്മിനും നോറയും അവർക്കൊക്കെ ഭയങ്കര വിഷമമാകുന്നു, കാരണം പവർ റൂമിനെ കുറിച്ചിട്ടാണല്ലോ സംസാരിക്കുന്നത്. സായി പറഞ്ഞ് അങ്ങനെ എന്താ പറയേണ്ടത്, അവർക്ക് ഗസ്റ്റുകൾക്ക് ഇഷ്ടപ്പെടില്ല എന്നൊരു തോന്നലാകാം അവരിങ്ങനെ പവർ ടീം പെരുമാറുന്ന രീതിയിൽ ഒരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ റസ്മിൻ ആണെങ്കിൽ ഗസ്റ്റിനെ ഓവറായിട്ട് ഇവർ ശല്യപ്പെടുത്തിയപ്പോഴാണ് ഞങ്ങൾ ഇടപെട്ടെന്ന് റസ്മിൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സാബു പറഞ്ഞു പവർ ടീം എന്ന് പറയുമ്പോഴത്തേക്ക് അവർ എന്താ ഒരു ഓണറല്ല, അവർ പവർ ടീം പോലെ ആയിരുന്നു. എന്ത് ചോദിച്ചാലും HR അയാൾക്കാണെങ്കിൽ ഒരു ബോധവും പൊക്കണവും ഇല്ല. പിന്നെ ഇവരുടെ ഇടയിൽ ഒരു ആൺതരി എന്ന് പറഞ്ഞിട്ട് അയാൾ അവിടെ സെക്യൂരിറ്റി ആയിട്ടോ കണ്ണ് കിട്ടാതിരിക്കുന്ന കോലമായിട്ടോ കുത്തി നിർത്തിയാൽ മതി എന്ന രീതിയിൽ സംസാരിച്ചു. അഭിഷേക് ശ്രീമാൻ ഭയങ്കര വിഷമമായി തല കുനിഞ്ഞു കേട്ടോ. പിന്നെ സിജോ പറഞ്ഞ ജാസ്മിൻ കുറേ തവണ വിളിച്ചു. അപ്പോൾ അൻസിബ ഒരു ഗതിയും പരഗതിയും ഇല്ലാത്ത റോബോട്ട് വിളിക്കുമ്പോൾ വരേണ്ട ആവശ്യം എനിക്കില്ല എന്ന രീതിയിൽ പറഞ്ഞു. അപ്സര പറഞ്ഞു എനിക്കാണെങ്കിൽ ഞാനൊരു ആർട്ടിസ്റ്റാണ്, പാട്ട് ഡാൻസ് ആക്ട് ഒക്കെ ഞങ്ങൾ പഠിച്ചു വെച്ചു, എന്നിട്ട് ഞങ്ങൾക്ക് ഒരു അവസരം തന്നിട്ടില്ല എന്ന രീതിയിൽ പറഞ്ഞു. അപ്പോഴത്തേക്കും ശ്വേത പറഞ്ഞു ഇവർ നന്നായിട്ട് എൻ്റർടൈൻമെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നോറ റസ്മിനൊക്കെ ഒന്ന് സംസാരിച്ചു എന്നും ശ്വേത പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലാലേട്ടൻ ഇതെല്ലാം ഇങ്ങനെ കേട്ട് ആകപ്പാട് തല വരുത്തി നിൽക്കുകയായിരുന്നു കേട്ടോ. HR-നെ കുറിച്ച് ഋഷിയെക്കുറിച്ച് തന്നെ കൂടുതലായിട്ട് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ലാലേട്ടൻ ചോദിച്ചു ഇവിടെ എന്തോ സൺസൈഡ് മുട്ട അങ്ങനെ എന്തോ പ്രശ്നം, എന്താ പ്രശ്നം എന്ന രീതിയിൽ. അപ്പോഴത്തേക്ക് ഇങ്ങനെ ആ ഒരു വിഷ്വൽ കാണിച്ചു, അതായത് മുട്ട നമ്മൾ ബുൾസയാക്കാൻ നോക്കുന്നതും പാത്രം ചെരിഞ്ഞു പോയിട്ട് മുട്ട താഴെ വീണപ്പോൾ അതെടുത്ത് HR-നെ കൊടുത്തില്ലേ, ആ രംഗങ്ങളാണ് വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോഴത്തേക്ക് ഋഷി അങ്ങ് വല്ലാണ്ടാവും, ദൈവമേ തറയിൽ വീണ മുട്ടയാണ് ഇവൾ മനഃപൂർവ്വം തന്നത്, ശരണി എടുത്തു കൊടുത്തു എന്നുള്ള ഒരു മുഖഭാവത്തിൽ ഋഷി അങ്ങനെ വിഷമത്തിലിരിക്കുകയായിരുന്നു കേട്ടോ. ഈ സമയം ശ്രീരേഖ നന്നായിട്ട് ചെയ്തിട്ടുണ്ടെന്ന് ലാലേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശ്രീരേഖ ഞാനൊരു സെക്യൂരിറ്റിയാണ്, ചിലർ മുട്ട ഉണ്ടാക്കുന്നു, ചിലർ പ്രശ്നം ഉണ്ടാക്കുന്നു. ശ്രീരേഖ പറഞ്ഞു ഇവർ ഓണേഴ്സൊന്നും അല്ല, ഇവർ പവർ റൂമുകാരെ പോലെയാണ് പെരുമാറിയെന്ന രീതിയിൽ ശ്രീരേഖ റിപ്പോർട്ട് ലാലേട്ടന് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ജാസ്മിൻ ഇവർ പണ്ട് നടന്ന കാര്യങ്ങളെ മനസ്സിൽ വൈരാഗ്യത്തോടുകൂടെ വെച്ചിട്ട് അതൊരു പവർ റൂമിൽ കയറിയ സമയത്ത് ഇങ്ങനെ ഒരു ഹോട്ടൽ ടാസ്ക് വന്നപ്പോഴും ആ ഒരു വ്യക്തി വൈരാഗ്യം തീർക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നിയെന്ന രീതിയിൽ ജാസ്മിൻ പറയുന്നുണ്ട്. നമ്മുടെ അർജുനും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു രാജഭരണം പോലെ തോന്നി, അവർക്കൊരു അടിമയുണ്ട്, ഋഷിയെ ഒരു അടിമയുണ്ട്, പിന്നെ നമ്മളൊക്കെ അവരെ പ്രജ
പ്രജകൾ എന്ന രീതിയിൽ. അപ്പോഴും ശ്വേത പറഞ്ഞു, ലാലേട്ടൻ സത്യമാണ്, ഞാൻ അവിടെ രാജ്ഞിയായിട്ട് പോയതാണ് അലക്സാണ്ട്ര രാജകുമാരി, പക്ഷെ ഞാൻ അവരിൽ ഒരാളായി മാറുകയാണെന്ന രീതിയിൽ. അപ്പോൾ ലാലേട്ടൻ പറഞ്ഞു, അത് തന്നെ നിങ്ങളൊരു ഫുഡ് ഉണ്ടാക്കുന്നു എന്ന രീതിയിലൊക്കെ സംസാരിച്ചു. പിന്നെ ഋഷി ആണെങ്കിലും നമുക്ക് പവർ റൂം കാണാൻ അനുവദിച്ചില്ല എന്ന രീതിയിലും ശ്വേത പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ കളിക്കാൻ വന്ന പലർക്കും ഈ ഗെയിമിനെ കുറിച്ച് ഒരു ധാരണയില്ല, നിങ്ങൾ ചെയ്യുന്ന ശരിയല്ല, പുറത്ത് കാഴ്ചക്കാരുണ്ട് എന്ന രീതിയിൽ സംസാരിച്ചു. സാബുവും പറഞ്ഞു, നിങ്ങൾ ഒന്ന് പറഞ്ഞാൽ രണ്ടിന് വഴക്കുപടിയാണ്, മനോഹരമായി രസകരമായി കളിക്കൂ എന്ന രീതിയിൽ. ശ്വേത ആണെങ്കിൽ എൻ്റർടൈൻ ചെയ്ത അപ്സര ടീമിനെ പ്രത്യേകം അഭിനന്ദനം എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾ സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ കളിക്കുക, വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കുക, ഈ സീസൺ നല്ല സക്സസ്ഫുൾ ആക്കുക, ഒന്ന് മാറ്റി പിടിക്കൂ എന്ന രീതിയിൽ പറഞ്ഞ് രണ്ടുപേരും. ഇപ്പോൾ അതിന് ലാലേട്ടൻ പറഞ്ഞു, കണ്ട നിങ്ങൾ പറഞ്ഞ ഗസ്റ്റുകൾ ഹാപ്പിയാണെന്ന്, പക്ഷെ അവർ ഹാപ്പിയല്ല, നിങ്ങൾക്ക് ഞങ്ങൾ ഗെയിം തരാൻ തന്നെ മടിയാകുകയാണ്, എന്താണ് നിങ്ങളിങ്ങനെ കളിക്കുന്നത്. ബ്രേക്കിന് ശേഷം കാണാമെന്ന് പറഞ്ഞ് ലാലേട്ടൻ പോകുന്നുണ്ട്. ആ സമയത്ത് അൻസിബ ഋഷിയോട് ചോദിക്കുന്നിട്ട്, ഞാൻ പറഞ്ഞത് കേട്ടിട്ടാണോ നീ പെരുമാറുന്നത്? ഒരു 5 സ്റ്റാർ ഹോട്ടൽ എന്ന ഡിസിപ്ലിൻ എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, ആ ഒരു ഡിസിപ്ലിൻ ഇവിടെ കൊണ്ടുവരാനാണ് ഞാൻ ശ്രമിച്ചതെന്ന രീതിയിൽ അൻസിബ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ നോറ പോയി നമ്മുടെ ജാസ്മിനോട് സംസാരിക്കുന്നത്, പവർ റൂമിൻ്റെ തീരുമാനം എന്ന് പറഞ്ഞാൽ അവിടെ മെജോറിറ്റി നോക്കണം, ഇപ്പം 3 പേരുടെ തീരുമാനം അനുസരിച്ചിട്ടാണ് എടുത്തിരിക്കുന്നത്, ഞാനതിൽ നിസ്സഹായതയാണ് എന്ന രീതിയിൽ ജാസ്മിനോട് നോറ സംസാരിക്കുന്നു. ബ്രേക്കിന് ശേഷം ക്യാപ്റ്റൻസിയെ കുറിച്ച് സംസാരിക്കുക വന്നിട്ട് സായിയെ വിളിച്ചേൽപ്പിക്കുന്നു. സായി, എന്താണ് സീക്രട്ടായിട്ട് വെക്കേണ്ട കാര്യം പബ്ലിസിറ്റി ചെയ്തത്, ഡയമണ്ട് കിട്ടിയ കാര്യം ഇപ്പം ആരുടെ കയ്യിലുണ്ട്? ഇപ്പം എൻ്റെ കയ്യിലുണ്ട് സാർ. ആദ്യം ശ്രീരേഖ ചേച്ചിക്ക് കൊടുത്തു, പിന്നെ ഇതിൻ്റെ പവർ എന്താണെന്ന് അറിയണം, ഈ 10ാം ആഴ്ചയിലുള്ള പവർ എന്താണെന്ന് അറിയണം, അത് അറിഞ്ഞതിന് ശേഷം ഞാൻ തീരുമാനിക്കും ഡയമണ്ട് ആർക്ക് കൊടുക്കണമെന്നുള്ളത്. അപ്പോൾ ജിൻഡോ എണീറ്റ് വന്നിട്ട്, സാർ ഈ 10ാം മാസം, അയ്യോ രാജാണിച്ചിരി മോനെ നിനക്ക് ഇവിടെ നിന്ന് പോകണ്ടേ, 10ാം ആഴ്ചയാണ്. അപ്പോഴത്തേക്ക് ജിൻഡോ പറഞ്ഞ് 10ാം ആഴ്ചയിൽ നോമിനേഷൻ ഫ്രീ മാത്രമാണ് ഇതിപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഡയമണ്ടിനെ കുറിച്ച്. അതിനുശേഷം സിജോ സംസാരിക്കുന്നു, സാർ എനിക്ക് പരാതി ഉണ്ടായിരുന്നു, അതായത് ഇവർ ജാസ്മിനും റസ്മിനും നല്ല ഫ്രണ്ട്സാണ്, പക്ഷേ ഇവരുടെ സുഹൃത്ത് ബന്ധത്തെ ഞാൻ മാനിക്കുകയും ചെയ്യുന്നുണ്ട്, ഇവരുടെ ഇങ്ങനെ ഒരു ആക്ട് ഇവിടെ ഉണ്ടാകാൻ പാടില്ല. ഞാൻ അർജുനോട് ചോദിച്ചടാ, നമ്മൾ തമ്മിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ ഒരു തല്ലലുണ്ടാവും, ഈ ഒരു പ്രശ്നം ഉണ്ടായി ഒരാൾ ഉടനെ പുറത്തു പോകാൻ പാടില്ല എന്ന രീതിയിൽ. അപ്പോൾ അപ്സര അൻസിബയെ കുറിച്ച് സംസാരിക്കുന്നു, അതായത് റസ്മിനും ജാസ്മിനും തമ്മിൽ ആ പ്രശ്നം ഉണ്ടായില്ല, അപ്പോഴത്തേക്ക് നമ്മുടെ അപ്സര പോകുന്ന സമയത്ത് അപ്സര ഒന്ന് പോ എന്ന രീതിയിൽ പറഞ്ഞല്ലോ. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് അപ്സര നമ്മുടെ ലാലേട്ടനോട് സംസാരിക്കാൻ, അപ്പോൾ അൻസിബ എന്താ അൻസിബയ്ക്ക് പറയാൻ മുട്ടി നിൽക്കുകയാണ് എന്ന രീതിയിൽ പറഞ്ഞു. അപ്പോൾ അൻസിബ പറഞ്ഞു, അല്ല റസ്മിനെ ഞാൻ ആദ്യം പിടിച്ചു മാറ്റാൻ പോയ സമയത്ത് റസ്മിൻ എന്നോട് പറഞ്ഞു അൻസിബ പോകുമെന്ന് പറഞ്ഞു, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞ സാർ എന്ന രീതിയിൽ സംസാരിക്കുന്നു. അങ്ങനെ റസ്മിനോട് ചോദിക്കുന്നുണ്ട്, എന്താണ് പ്രശ്നം റസ്മിനെ, ഇത് നിങ്ങൾ ചെയ്തത് ശരിയാണോ, നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? സാർ തെറ്റാണ്, എങ്കിലും എനിക്കൊന്നും പറയില്ല, ഐ ആം സോറി. യെല്ലോ കാർഡ് കാണിക്കുന്നു. 2 ആഴ്ച നേരിട്ടുള്ള എവിക്ഷനിലും റസ്മിനുണ്ട്. മൊത്തത്തിൽ ഇന്ന് പവർ റൂമും ഋഷിയും എന്താ പറയുക കിളിപാറിയിരിക്കുന്ന അവസ്ഥയാണ്. ഋഷിയോട് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ അൻസിബയുടെ കൺട്രോളിലാണോ? അപ്പോൾ ഋഷി പറഞ്ഞു ഇല്ല എന്ന് പറഞ്ഞു. പക്ഷേ സിജോ പറഞ്ഞു ഇല്ല, ഋഷി ഇവിടെ ഒരു ഡിപ്പെൻഡൻ്റ് ആണ്, അതായത് അൻസിബ പറയുന്ന പോലെ പെരുമാറുന്ന രീതിയിൽ തന്നെയാണ് ഹൗസിലെ എല്ലാ അംഗങ്ങളും സംസാരിച്ചിരിക്കുന്നത് കേട്ടോ, പവർ റൂം ഒഴികെയുള്ള ആൾക്കാർ. നന്ദന പറയുന്നു, ഋഷിയോട് ഞാൻ ചോദിച്ചു ഇവിടെ ഒരു അടിച്ചു വരാൻ എനിക്ക് ആളെ തരുമോ എന്ന് ചോദിച്ച സമയത്ത് ഞാൻ അൻസിബയോട് ചോദിക്കട്ടെ, അൻസിബയുടെ ഒരു പെപ്പറ്റായിട്ടാണ് ഋഷി ഇവിടെ നിൽക്കുന്നത്. നമ്മുടെ നന്ദനയും ലാലേട്ടൻ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. നല്ല ക്യാപ്റ്റനാണോ എന്ന ചോദ്യത്തിൽ ഒരൊറ്റ അംഗങ്ങൾ പോലും കൈപൊക്കിയിട്ടില്ല, അൻസിബ മാത്രമാണ് കൈപൊക്കിയിരിക്കുന്നത്. നിങ്ങൾ ഈ ചെയ്യുന്ന പ്രവൃത്തി, നിങ്ങൾ ഉപയോഗിക്കുന്ന ഭാഷ, ഇതെല്ലാം പുറത്ത് ഓഡിയൻസ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്ത് പറഞ്ഞു ഏടി പോടി എന്ന വിളി, ഇതൊക്കെ ശരിയാണോ? അപ്പോൾ ഋഷി എൻ്റെ പ്രൊഫഷനെ പറ്റി അപ്സര പറഞ്ഞത് കൊണ്ടാണ്, അതായത് നോറയുടെ ഒരു പ്രാങ്ക് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ നമ്മുടെ ഋഷി ഇടപെട്ട് പ്രശ്നം ഉണ്ടാക്കിയല്ലോ, ആ കാര്യങ്ങളൊക്കെ പറയുന്നു. അപ്പോൾ ലാലേട്ടൻ പറഞ്ഞു വളരെ മോശമാണ്, നാണക്കേട് തോന്നുന്നു, പ്രോപ്പർട്ടി നശിപ്പിച്ചതിന് 500 പോയിന്റ് നഷ്ടമായിട്ടുണ്ട് എന്ന രീതിയിൽ സംസാരിക്കുന്നു. ഇത് പുറത്ത് നിങ്ങളുടെ ഗെയിം പുറത്ത് ഓഡിയൻസ് കാണുകയാണ്, ആൾക്കാർ നിങ്ങളെ വിലയിരുത്തുന്നുണ്ട്, എപ്പോഴാണ് നിങ്ങൾ പഠിക്കുന്നത്? ഇവിടെ നിന്ന് പോയിട്ടാണോ? വളരെ മോശം. പിന്നെ അതിനുശേഷം ലാലേട്ടൻ പറഞ്ഞു, നിങ്ങളിവിടെ ആരോ കവിത എഴുതിയിരിക്കുന്നല്ലോ, എന്താണ് ആ കവിത? അതായത് ആകാശം ചെറുവിൽ ആരോ കുരുവിക്കിണ്ണം തട്ടുമറിച്ചെന്നും പറഞ്ഞിട്ട് 4 വരി കവിത കൊടുത്തിട്ടുണ്ട്. ബാലൻസ് 4 വരി ഇവർ എഴുതുക മാത്രമല്ല അത് അവതരിപ്പിച്ച് ഡാൻസും ചെയ്യണമല്ലോ. അപ്പോൾ ആദ്യം ഋഷി അപ്സരയാണ് വന്നിരിക്കുന്നത്. ആകാശം ചെറുവിൽ ആരോ കുരുവിക്കിണ്ണം തട്ടുമറിച്ചു ശരശയ്യ എന്നൊക്കെ പറഞ്ഞിട്ട് കവിത അവർ ചൊല്ലുന്നുണ്ടായിരുന്നു. അതിനുശേഷം നോറ ജിൻഡോ വന്നു. അപ്പോൾ ലാലേട്ടൻ പറഞ്ഞു, കുറേ നാളെ ജിൻഡോ ഡാൻസ് കണ്ടിട്ട്. അങ്ങനെ ജിൻഡോയുടെ ഡാൻസും നമ്മുടെ നോറയുടെ പാട്ടും കവിതയുമായിട്ട് ലാലേട്ടന് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ജാസ്മിനും സിജോയാണ്. അവരുടെ കവിതയുടെ പേര് തുമ്മിച്ചീറ്റിയെ കാട്ടുതി എന്ന രീതിയിലാണ് അവർ കവിത ചൊല്ലിയിരിക്കുന്നത്. പിന്നെ നമ്മുടെ റസ്മിനും നന്ദനയാണ് ഒരു ടീം, അവർ ഒപ്പനയുടെ ടൂണിലാണ് അവർ ചൊല്ലിയിരിക്കുന്ന കവിത കേട്ടോ. അതിനുശേഷം ലാസ്റ്റ് വന്നിരിക്കുന്ന അർജുന ശ്രീതുവാണ്. എൻ്റെ പൊന്നെ അവർ പറയുന്നുണ്ട്, സാർ മലയാളം വരിയാണ് പക്ഷെ തമിഴ് ടൂണാണ്, എന്നാ ചൊല്ലിക്കോ എന്ന രീതിയിൽ. അപ്പോൾ പറയുന്നുണ്ട് ലാ 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 വാരായ അതിന് ആകാശം ചെറുവിലാരോ
കുരുവിക്കിണ്ണം തട്ടിമറിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ശരശയ്യ എന്നുണ്ടല്ലോ, അതിന് ശരശയ്യ ശയ്യ ശയ്യ എല്ലാവരും ചിരിയായിരുന്നു. അവസാനം ലാ 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 അങ്ങനെ പാടി അവരുടെ കവിത അവസാനിച്ചു. പക്ഷേ ഫസ്റ്റ് കിട്ടിയിരിക്കുന്നത് സിജോയ്ക്കും നമ്മുടെ ജാസ്മിനുമാണ്. തുമ്മിച്ചീറ്റിയ കാട്ടുതീക്കാണ് ഫസ്റ്റ് കിട്ടിയിരിക്കുന്നത്. സ്റ്റോർ റൂമിൽ നിന്നും നമ്മുടെ ക്യാപ്റ്റൻ ഋഷിയാണെങ്കിൽ പ്രൈസ് കൊടുക്കുന്നുണ്ട്. അതായത് ഭാവ സംഗീത ശ്രേഷ്ഠ പുരസ്കാരം എന്നാണ് അവാർഡ് കേട്ടോ. അങ്ങനെ നമ്മുടെ സിജോയും ജാസ്മിനുമാണ് ഫസ്റ്റ് പ്രൈസ് നേടിയിരിക്കുന്നത്. അവർ താങ്ക് യു ലാലേട്ടൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലാലേട്ടനും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ നന്ദി പറയുന്ന രീതിയിൽ സംസാരിച്ചു. ഹൃദയത്തിൻ്റെ ഭാഷ എന്ന് പറയുമ്പോൾ അതൊരു വലിയ സംഭവമാണ് കേട്ടോ. അതുകൊണ്ടാണ് സപ്പോർട്ട് ചെയ്ത് നിങ്ങൾക്ക് ഏവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി എന്ന് ഞാനും പറയുന്നത്. എൻ്റെ അറിവിൽ ലാലേട്ടൻ കേൾക്കുന്നുണ്ടോ എന്ന് ഡൗട്ടാണ്. നമുക്ക് എവിക്ഷനെ കുറിച്ച് സംസാരിക്കാം. എവിക്ഷനിൽ നമ്മുടെ ജാസ്മിനോട് ചോദിക്കുന്നുണ്ട് ഹാപ്പി അല്ലേ എന്ന്. അപ്പോൾ ജാസ്മിൻ പറഞ്ഞ് ഹാപ്പി അല്ല, കാരണം പറയുന്നില്ല. ലാലേട്ടൻ അതിനുള്ള മറുപടി പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തിരിച്ച് റിപ്ലൈ തരാനില്ല, അത് കാരണം ഞാൻ എൻ്റെ കാരണം പറയുന്നില്ല എന്ന് പറഞ്ഞു. എന്നാൽ ലാലേട്ടൻ പറഞ്ഞു എന്നാൽ പറയണ്ട, പക്ഷേ ജയിലിൽ പോയ കാര്യം പറയാമല്ലോ, ജയിലിൽ പോയത് ശരിയായിട്ട് തോന്നുന്നുണ്ടോ എന്ന രീതിയിൽ സംസാരിക്കുന്നു. അപ്പോൾ ജാസ്മിൻ പറഞ്ഞു ഇല്ല, ശരിയായ നടപടിയല്ല എന്ന രീതിയിൽ. അങ്ങനെ പവർ റൂമുകാർ അതിൻ്റെ എക്സ്പ്ലെയിൻ കൊടുക്കുന്നുണ്ട്. അപ്പം നോറയോട് ചോദിക്കുന്നു, നോറ ഇത് പറയാനാണോ, സോറി പറയാനാണോ നമ്മുടെ ജാസ്മിൻ്റെ അടുത്ത് പോയത്, എന്തുകൊണ്ട് ജാസ്മിൻ അത് റിജക്റ്റ് ചെയ്തെന്ന രീതിയിൽ. അപ്പോൾ അങ്ങനെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നുണ്ട്. അഭിഷേക് ശ്രീകുമാർ നിങ്ങൾ എന്താണ് അങ്ങനെ ഒരു തീരുമാനം എടുത്തത്? അപ്പോൾ അഭിഷേക് ശ്രീകുമാർ പറഞ്ഞു അതായത് ഊള എന്ന് വിളിച്ചു, അതൊരു തെറ്റായ വാക്കായിരുന്നു, അതുകൊണ്ടായിട്ടാണ് ഞങ്ങൾ ജയിലിൽ പോകാൻ നിർദ്ദേശിച്ചെന്ന രീതിയിൽ സംസാരിക്കുന്നുണ്ട്. അതിനുശേഷം ഒരു പടം വരയ്ക്കുന്നുണ്ടല്ലോ, അപ്പോൾ ആ പടം വരയ്ക്കുന്നതിനെ കുറിച്ചിട്ടാണ് കേട്ടോ. ജയിലിൽ പടം വരച്ചല്ലോ. അപ്പോൾ അൻസിബയെ കുറിച്ചിട്ട് അപ്സരയെ കുറിച്ചിട്ട് ജാസ്മിൻ എഴുതിയെന്ന് വെച്ചാൽ സ്നേഹിച്ചാൽ നക്കിക്കൊല്ലും, വെറുത്താൽ കുത്തിക്കൊല്ലും എന്ന രീതിയിൽ. അൻസിബ എന്ന് വെച്ചാൽ എന്താ പറയണ്ട, വളച്ചൊടിക്കൻ റാണി ഒന്ന് മാറ്റി പിടിക്കും എന്ന രീതിയിൽ. ഋഷി സായിയുടെ പടം വരച്ചിട്ട് അടുക്കുറിപ്പ് കള്ളൻ എന്നാണ് ഇട്ടത്. അപ്പോൾ ലാലേട്ടൻ കള്ളനാണോ? അപ്പോൾ ആ ലാലേട്ടൻ ഒന്ന് സൂക്ഷിച്ച് നോക്കിയാൽ മതി സായി കള്ളനാണെന്ന് ചിരിക്കുകയായിരുന്നു കേട്ടോ. അതിനുശേഷം അപ്സര ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട്. വേറെ ഒന്നുമല്ല, ഋഷിയുടെ പടം വരച്ചിരിക്കുന്നു. ഇവരുടെ ടീമിലുള്ള നവനീത് എന്ന് പറഞ്ഞ ആളാണ്, നവി. അടിപൊളിയായിട്ട് വരച്ചിട്ടുണ്ട്, സൂപ്പറായിരുന്നു ഋഷി. സത്യം പറഞ്ഞാൽ ഭയങ്കരമായിട്ട് എനിക്കിഷ്ടപ്പെട്ടു ഋഷിയുടെ ഫോട്ടോ കണ്ടിട്ട്. ജാസ്മിനെ വരച്ചിട്ടുണ്ടായിരുന്നു. ജാസ്മിൻ്റെ ആ ഒരു ഫേസ് അത്ര ക്ലിയർ ആയിട്ട് ഒത്തു വന്നിട്ടില്ല. അപ്പോൾ ജാസ്മിൻ പറഞ്ഞു അയ്യോ ഇവിടെ ഞാൻ വന്നപ്പോൾ വണ്ണം വെച്ചിരുന്നു, അതിൻ്റെയാണ് ഇപ്പം ഞാൻ മെലിഞ്ഞു പോയി എന്ന രീതിയിൽ. അങ്ങനെ എന്തായാലും അടിപൊളിയായിട്ട് ആ ടാസ്ക്, ജയിലിലെ ടാസ്ക് അവർ നന്നായിട്ട് ചെയ്തു എന്ന രീതിയിൽ സംസാരിക്കുന്നു. അതിനുശേഷം നമ്മുടെ എവിക്ഷൻ നോമിനേഷനിൽ നമ്മുടെ എത്ര പേര് വന്നിട്ടുണ്ട്? 7 പേര് വന്നിട്ടുണ്ട്. 5 പേരെ ഇരുത്തി നാളെ അവരെ കുറിച്ച് പറയാം. ഇന്ന് 2 പേരെ, ശരണ്യയും നമ്മുടെ നന്ദനയുമാണ് ഇന്ന് എവിക്ഷനിൽ വന്നിരിക്കുന്നത്. എവിക്ഷൻ റൂളിനെ കുറിച്ച് ബിഗ് ബോസ് നിങ്ങളോട് പറയും. ഇവിടെ 4 ആണ് ഔട്ടാകുന്നത്, നിങ്ങൾക്ക് വേണ്ടി ഞാൻ അവിടെ വെയിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ലാലേട്ടൻ പോകുന്നുണ്ട്. അപ്പോൾ ബിഗ് ബോസ് ഇങ്ങനെ പറയുന്നുണ്ട്, ഗാർഡൻ ഏരിയയിൽ നിങ്ങളുടെ പിക്ചർ വെച്ചിട്ടുണ്ട്, അപ്പം നിങ്ങളുടെ പേരിൻ്റെ ലെറ്റേഴ്സ് പോസ്റ്റ്മാൻ നിങ്ങൾക്ക് കൊണ്ടുവരും, അതുമായിട്ട് നിങ്ങൾ ഇവിടെ പോകണം, ഗാർഡൻ ഏരിയയിൽ പോകണം. ഈ പോസ്റ്റ്മാൻ വന്ന സമയത്ത് സത്യം പറഞ്ഞാൽ എൻ്റെ അച്ഛനെ ഓർത്ത്. വർഷങ്ങളോളം എൻ്റെ അച്ഛൻ പോസ്റ്റ്മാനായിട്ട് ആ സൈക്കിളിൽ പാപ്പനംകോട് ജംഗ്ഷനിലൂടെ ഇങ്ങനെ സൈക്കിൾ ഓടിച്ച് പോകുമ്പോൾ ഞാൻ ബസ്സിൽ പോകുമ്പോൾ അച്ഛൻ ഇങ്ങനെ പോകും. അപ്പം ഞാൻ അത് ആ കാക്കിയിട്ട് എൻ്റെ അച്ഛൻ പോകുന്ന രംഗം ഭയങ്കരമായിട്ട് ഞാൻ മിസ് ചെയ്തു. 2 വർഷമായി അച്ഛൻ ഞങ്ങളെ വിട്ട് പോയിട്ട്. ഈ സമയം സത്യം പറഞ്ഞാൽ കരഞ്ഞു ഞാനും അമ്മയും ഇത് കണ്ടിട്ട് കേട്ടോ. അച്ഛൻ ആ പോസ്റ്റ്മാൻ്റെ ഡ്രസ്സൊക്കെ ഇട്ട് വരുന്നു. ഇപ്പം ശരി ഓക്കെ, ഞാൻ കാര്യം പറയാം എന്താണെന്നുള്ളത്. അപ്പോൾ എന്തായാലും ലെറ്റർ പോസ്റ്റ്മാൻ കൊണ്ടുവന്നു. ഇവർ ഗാർഡൻ ഏരിയയിൽ പോയിട്ടുണ്ട്. ഫോട്ടോസിൻ്റെ കീഴെ ഇവരുടെ പേരിൻ്റെ ലെറ്റർ വെക്കുക. ഓക്കെ, അങ്ങനെ 2 പേരും വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ലെറ്റർ മിസ്സായിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞു ഇനി വീണ്ടും പോസ്റ്റ്മാൻ കൊണ്ടുവരും എന്ന രീതിയിൽ. അങ്ങനെ കൊണ്ടുവന്ന് 2 പേരും ഒരുമിച്ച് വെക്കാൻ പറഞ്ഞു. നന്ദനയുടെ പേരിൻ്റെ ലെറ്റർ എല്ലാം കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ബിഗ് ബോസ് ഹൗസിൽ നിന്നും ഈ ആഴ്ചയിൽ, അതായത് 9ാമത്തെ ആഴ്ചയിൽ ഔട്ടായിരിക്കുന്നത് ശരണ്യയാണ്. എന്തായാലും ശരണ്യ ബിഗ് ബോസ് ഹൗസിനകത്ത് വന്ന് കുറച്ച് എൻ്റർടൈൻമെൻറ്റ് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താ പറയണ്ട, ഓരോരുത്തർക്കും ഇഷ്ടപ്പെടുന്ന ആൾക്കാർ കാണുമല്ലോ. അപ്പോൾ ശരണ്യയുടെ വീട്ടുകാർക്കും ശരണ്യ ഇഷ്ടപ്പെടുന്ന എല്ലാ വ്യക്തികൾക്കും ശരണ്യ നന്ദി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓഡിയൻസിനും ബിഗ് ബോസിനൊക്കെ താങ്ക്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 2 പേരും ഓഡിയൻസിനോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ശരണ്യ ഇതാ നന്ദിയൊക്കെ പറയുന്നുണ്ട്. നമ്മുടെ ജിൻഡപ്പൻ ഇതാണല്ലോ ചെയ്യുന്നത്, അതേപോലെ ജിൻഡപ്പൻ ചെയ്യുന്നത് പോലെ നമ്മുടെ ശരണ്യയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും ഹഗ്ഗൊക്കെ ചെയ്ത് ഹാപ്പി ആയിട്ട്. അപ്സര മാത്രം ഇച്ചിരി കരഞ്ഞു, ബാക്കി എല്ലാവരും ഹാപ്പി ആയിട്ട് ഇത് പോകുന്നുണ്ട്. എന്തായാലും ലാലേട്ടനോടത്ത് ശരണ്യ സംസാരിക്കുന്നത്, ലാലേട്ടൻ നമ്മൾ കാണുന്ന പോലെയല്ല, ബിഗ് ബോസ് എന്ന് പറയുമ്പോൾ വേറെ ലെവൽ എന്ന രീതിയിൽ തന്നെ ശരണ്യ സംസാരിക്കുന്നു. ശരണ്യ ബിഗ് ബോസ് ഹൗസിനകത്ത് വന്ന ആ സീൻസൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നല്ല സന്തോഷമൊക്കെ കാണിക്കുന്നുണ്ട്. പിന്നെ ഋഷിയുമായിട്ടുള്ള പിണക്കം കാണിക്കുന്നുണ്ട്. അങ്ങനെ നല്ല നല്ല ഓർമ്മകൾ ഇവിടെ നിന്ന് പങ്കുവെച്ചുകൊണ്ട് ശരണ്യ പടി ഇറങ്ങുകയാണ് ബിഗ് ബോസ് ഹൗസിൽ നിന്നും. ലാലേട്ടനോടും എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട്
ശരണ്യാണ് 9ാമത്തെ ആഴ്ചയിൽ ഔട്ടായിരിക്കുന്നത്. അപ്പോൾ ലാലേട്ടൻ പറയുന്നുണ്ട് നമുക്ക് നാളെ കാണാം. അതായത് പവർ റൂമിനെ കുറിച്ച് ചില നിർണായക കാര്യങ്ങൾ പറയാനുണ്ട്. മാത്രമല്ല എവിക്ഷൻ്റെ തുടർ നടപടികൾ ഉണ്ടാകും. അപ്പോൾ നാളത്തെ എപ്പിസോഡിൽ കാണാം എന്ന രീതിയിൽ ലാലേട്ടൻ ബൈ പറഞ്ഞു പോകുന്നുണ്ട്. എനിക്കും നിങ്ങളോട് അത് തന്നെ പറയാനുള്ളത്. നാളത്തെ റിവ്യൂമായി ഞാൻ വരാം. ഇത്രയും സമയം വീഡിയോ കണ്ട നിങ്ങൾക്ക് ഏവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒത്തിരി നന്ദിയുണ്ട്. അപ്പോൾ ഇത്രയുമാണ് ബിഗ് ബോസ് ഹൗസിൽ നടന്ന കേട്ടോ. അതായത് സാബു ശ്വേതാമേനോനും വന്ന് അവർക്ക് നേരിട്ടതായിട്ടുള്ള പോസിറ്റീവ് നെഗറ്റീവുമായ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നെഗറ്റീവാണ് കൂടുതലും പറഞ്ഞത്, പ്രത്യേകിച്ചും പവർ റൂമുകാരെ ഋഷിയെ കുറിച്ചിട്ടുള്ളത്. റസ്മിനെ യെല്ലോ കാർഡ് കിട്ടിയിട്ടുണ്ട്. ശരണ്യ ഇന്ന് ബിഗ് ബോസ് ഹൗസിൽ നിന്നും എവിക്റ്റ് ആയിരിക്കുകയാണ്. നാളത്തെ റിവ്യൂമായി വരാം. അതുവരെ കാത്തിരിക്കുക. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സപ്പോർട്ട് ചെയ്ത് നിങ്ങൾക്ക് ഏവർക്കും ഒരിക്കൽ കൂടി ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറഞ്ഞുകൊണ്ട് നിങ്ങളിൽ നിന്നും വിട പറയുന്നു. ബിജി രമേശ് വ്ളോഗിലെ ബിജി. നാളത്തെ റിവ്യൂമായി വരാം. അതുവരെ ഇഷ്ടം തരണം, കൂട്ടുകൂടാൻ മറക്കല്ലേ. ബൈ ബൈ.